അതായത് രക്ഷപ്പെട്ട് ഇല്ലാത്തൊരു ടീമാണ് ഇവർ. ഇവർക്ക് രാജ്യത്തിനോട് കൂറൂല. ഇവർക്ക് എങ്ങനെയാണ് കുറേ പൈസ ഉണ്ടാക്കണം, നാട്ടുകാർ തല്ലിക്കൊല്ലണം, ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഇവർക്ക്. കലാപങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്ന മനസ്സുള്ളൊരു പ്രധാനമന്ത്രി. നമുക്കറിയാം, അദ്ദേഹം ഗുജറാത്തിന്റെ പ്രധാന മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ നടന്ന കലാപം നൂറുകണക്കിന് സഹോദരിമാരെയും സഹോദരന്മാരെയും ഗർഭിണികളെ പോലും കുഞ്ഞിനോടൊപ്പം നിറവയറുമായിരുന്ന ഗർഭിണിയെ തൃശൂലത്തിൽ കുത്തി നിർത്തിയ മൃഗീയമായ കാഴ്ച കണ്ടവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. പക്ഷേ അത് കാണാത്ത ഒരാളെ ഈ ലോകത്തുള്ളൂ, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. നമ്മൾക്ക് വർഗീയതയല്ല, നമുക്ക് ജനാധിപത്യമാണ് ഈ നാടിന് ആവശ്യം. ആയതുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യം ഇവിടെ ഉടലെടുക്കണം. മോദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഭരിക്കാൻ അവർ യോഗ്യനല്ല. ഒരു മുന്നണി സംവിധാനത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോകണം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇനി അധികാരത്തിൽ വന്നാൽ ജനാധിപത്യവും മതേതരത്വവും മാധ്യമ സ്വാതന്ത്ര്യവും പിടിച്ചുകെട്ടപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ കൈകടത്തിയിട്ടുണ്ട്. അവർ ഓരോ മേഖലകളിലേക്ക് കടക്കുകയാണ്. ഏകാധിപത്യത്തിന്റെ ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെന്തുകൊണ്ട് ചോദിക്കപ്പെടുന്നില്ല? സത്യത്തിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, CBI ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ED ഓഫീസേഴ്സ് അവർ നിയന്ത്രണമില്ലാതെ BJPയുടെ പാവകളായിട്ട് വർക്കുകയാണ്. എവിടെ വെർ ഇസ് ദ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫോർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് ഈ രാജ്യത്ത് ചോദ്യപ്പെടുന്ന കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വേണ്ട സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ മോണിറ്റർ ചെയ്യുന്ന അന്വേഷണം വേണം. ഈ മതേതരത്തെ രാജ്യത്ത് കൊണ്ടുവന്ന് വർഗീയമായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നാൽ ആ രാജ്യത്തേക്കുള്ള ജനങ്ങൾ ഇത്ര വിഡ്ഢികളാവോ? ജനങ്ങൾ എന്നും മോഡിയെ താഴെ ഇറക്കാനേ നോക്കുള്ളൂ. എന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയിലെ മതേതരത്വമാണ്. ആ മതേതരത്തെ ഏതാണ്ട് തകർക്കാനുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിഞ്ഞു. അവിടെ പ്രധാനമന്ത്രി തന്നെ പൂജാരിയാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു രാജ്യത്തെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഭരണഘടന അനുസരിച്ച് എല്ലാ മതസ്ഥരെയും ഒരു നൂലിൽ കൊരുത്തു കൊണ്ടുപോകേണ്ട, എല്ലാ ഭാഷയുള്ളവരെയും, എല്ലാ ദേശങ്ങളെയും, എല്ലാ സ്റ്റേറ്റുകളെയും, എല്ലാ മതങ്ങളെയും, എല്ലാ വിശ്വാസികളെയും, മതവിശ്വാസം ഇല്ലാത്തവരെയും ഒരുമിച്ച് ഒരു മാലയിലെ മുത്തുകളായി കൊരുത്തു പോകേണ്ട ഒരു പ്രധാനമന്ത്രി പക്ഷം പിടിച്ച് മനുഷ്യനിൽ വർഗീയ വികാരങ്ങൾ ഉണർത്തിവിടുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞാലും BJP ഏത് സർക്കാർ ഞാൻ അനുകൂലിക്കും. ഒരു കാരണവശാലും BJP അനുകൂലിക്കില്ല. നശിച്ചെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഞങ്ങളുടെ ആൾ നശിപ്പിച്ചു. ചെറിയ കച്ചവടക്കാരാണ്. ആക്രാന്തരമായിട്ട് ഒരു സംസ്കാരമില്ല, ഒന്നുമില്ല. ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച രീതിയിലുള്ള ഒരു സംഭാഷണമല്ല അദ്ദേഹത്തിനുള്ളത്. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ തെറ്റുകൾ മറച്ചു പിടിച്ച് ഇന്ത്യയെ മുന്നോട്ട് നയിക്കും. ഏതാണ്ട് മാധ്യമങ്ങൾ, നല്ലൊരു ശതമാനം മാധ്യമങ്ങളെ, വലതുപക്ഷ മാധ്യമങ്ങളെ പോക്കറ്റിലാക്കി കഴിഞ്ഞു. അത് ഭയപ്പെടുത്തി. എന്താണ്, BBC-യുടെ ഓഫീസിൽ വരെ ഇൻകം ടാക്സും ED-യും കയറി. എന്താണ്, നരേന്ദ്രമോദിക്കെതിരെ വാർത്ത കൊടുത്തതിന്, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് വാർത്ത കൊടുത്തതിന് BBC, ലോകത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയായ BBC-യുടെ ഏറ്റവും പഴക്കം ചെയ്ത വാർത്താ ശൃംഖലയാണ്. റേഡിയോ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ആദ്യമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ശൃംഖലയാണ് BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. ആ BBC-യുടെ ഓഫീസിലേക്ക് റെയ്ഡ് ചെയ്ത് കയറി ഏതാണ്ട് 10-18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റെയ്ഡിലൂടെ അവരെ കുടുക്കി വിരട്ടി അവസാനിപ്പിക്കും. മാധ്യമ ഉടമകൾ, മാധ്യമ പ്രവർത്തകരല്ല, അവർക്ക് പിന്നെ ധൈര്യമുണ്ട്, അവരെന്ത് പറയും, അവർക്ക് എഴുതാം. പക്ഷേ ഉടമ അതിന് തയ്യാറാവുന്നില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ചാനലുകളും കണ്ടു കഴിഞ്ഞാൽ BJP-യുടെ സ്തുതിഗീതങ്ങൾ പാടുന്ന ചാനലുകളായി മാറി. നിങ്ങളുടെ ചാനലിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ BJP-യുടെ അഴിമതി മൂടി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചാനൽ. ഇലക്ട്രൽ ബോണ്ടിൽ ആരാ പ്രതികൂട്ടിലായിരിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും അഴിമതി ഇല്ലാത്ത പാർട്ടി എന്ന് പറഞ്ഞ BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ പ്രതികൂട്ടിലായി. അത് മറച്ചു പിടിക്കാനാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് പോലും. ഒരു ഘട്ടത്തിൽ ഭയപ്പെടുത്തിയും മറ്റു തരത്തിൽ സ്വാധീനിച്ചും മാധ്യമങ്ങളെ, ഏതാണ്ട് നല്ലൊരു ശതമാനം മാധ്യമങ്ങളെ വലയിൽ ഒതുക്കാൻ ഇന്ന് BJP-ക്കും അവരുടെ മുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം അണയാൻ പോകുന്ന വിളക്ക് ആണിക്കത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഇങ്ങനെ. ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം നിലനിൽക്കുമോ? ജനാധിപത്യം നിലനിൽക്കുമോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ചോദ്യം ചെയ്യാനുള്ള വ്യാജനെ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇനി എത്ര മാസം എന്നുള്ളത് ആർക്കും അറിയില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു പാർട്ടി നയിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഭരണപക്ഷത്തിൽ ഒരു ആൾക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഞാൻ മനോരമ പത്രത്തിൽ കൃത്യമായിട്ടും അതിൻ്റെ ആളുകളുടെ പേരുണ്ട്, കേസുകളുള്ളവരുടെ പേര്. ആ കേസുകളുടെ പേര് അവരെല്ലാം BJP ചേർന്നു. ആ കേസ് എന്തായി? ഇതെന്തുകൊണ്ട് ചോദിക്കപ്പെടുന്നില്ല? ഈ രാജ്യത്ത് ഇന്നലെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കണ്ടതാണ്. എല്ലാ പാർട്ടി, ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എല്ലാവരും കൂടെ ഇലക്ഷൻ കമ്മീഷനെ കണ്ട് പറഞ്ഞതാണ്, ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെ നിയന്ത്രിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കാറുണ്ട്. അവർ ചിലയിടത്ത് DGP-യെ പോലും മാറ്റിയിട്ടുണ്ട്, പോലീസ് ഹോം സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, CBI ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ED ഓഫീസേഴ്സ് അവർ നിയന്ത്രണമില്ലാതെ BJP-യുടെ പാവകളായിട്ട് വർക്കുകയാണ്. എവിടെ വെർ ഇസ് ദ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫോർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് ഈ രാജ്യത്ത് ചോദ്യപ്പെടുന്ന കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വേണ്ട സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ മോണിറ്റർ ചെയ്യുന്ന അന്വേഷണം വേണം. ഏതായാലും ഇത്തവണ ഈ 5 വർഷം നമ്മൾ ശരിക്കും കഷ്ടം തന്നെ അനുഭവിക്കുക. അതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റം തന്നെ നമുക്ക് വേണം. ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് നോട്ട് പിൻവലിക്കൽ, GST, അതിനിടയ്ക്ക് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വെള്ളപ്പൊക്കം, ഇതെല്ലാം വന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം കഷ്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ഒരു നല്ലൊരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ
ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ വരണം. രാഹുൽ ഗാന്ധി തന്നെ വരും. ഇന്ത്യയിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10-14 കോടീശ്വരന്മാർ മാത്രമേ ഉള്ളൂ. അവൻ സാധാരണ ആർക്കില്ല. ഈ അംബാനി ടീമുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ചോദിച്ചാൽ ഞാൻ ജീവിക്കണ്ടേ? അതുകൊണ്ട് ഒരു കാരണവശാലും BJP വെച്ചാൽ ഏത് സർക്കാരിനെ ഞങ്ങൾ പിന്തുണയ്ക്കും, ശക്തമായി പിന്തുണയ്ക്കും. ശരിക്കും രാഹുൽ ഗാന്ധിയാണ് എന്ന് വെച്ചാൽ മതേതരത്തെ ഇവിടെ നിലനിർത്തണം. ഇവിടെ എല്ലാ മതങ്ങളും എല്ലാ സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. സർവ്വമതങ്ങളും ചേർന്ന് ഏകമതമാകത്തുള്ളൂ. അല്ലാതെ ഹിന്ദുമതം മാത്രമല്ല, നമ്മളൊരു ഹിന്ദുവാണ്. ഇവിടെ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, ഒരുപാട് പല മതാചാരങ്ങളുള്ള ആരാധനകളുണ്ട്. അതെല്ലാം നിലനിർത്തണം. അത് ഇന്ത്യയുടെ സംസ്കാരം. അതാണ്. ബാക്കി ആരും ഒന്നും കുഴപ്പമില്ല. GST ഒക്കെ ഞങ്ങൾക്ക് ശരിക്കും ബാധിച്ചു. നമ്മുടെ തൊഴിൽ മേഖല കംപ്ലീറ്റ് തവിടുപടിയായി പോയി. അപ്പോൾ മോദി ഒഴിവാകണം. കുറച്ച് വെളിവില്ലാത്ത കുറച്ച് നോർത്ത് ഇന്ത്യൻസിൽ കുറേ ആൾക്കാരെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യം കേരളം നോക്ക്, കേരളത്തിലുള്ള ഒരു വിവരമുണ്ട്. ഇനി എത്ര വന്നാലും ഇവിടെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽക്ഷണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക്